ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്കായി ഔദ്യോഗിക പരിപാടി KMCCയുടെ ഔദ്യോഗിക പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് പരിപാടിക്ക് അവസരം തന്ന് വിട്ടുതന്ന KMCCയുടെ സെൻട്രൽ മാർക്കറ്റിംഗ് കമ്മിറ്റിയെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഒന്നും സംസാരിക്കുന്ന നമ്മുടെ കരോളിന് ഒരു മിനിറ്റ് ആശംസ അർപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട MLA സ്നേഹം ക്ഷണിച്ചു. അഭിനന്ദനായ പ്രസിഡന്റ് പ്രിയങ്കരനായ ഗഫൂർ ഉണ്ണിക്കുളം, മറ്റ് OICCയുടെ സാരഥികൾ, നമ്മുടെ KMCCയുടെ സലാം സാഹിബ്, മറ്റ് KMCCയുടെ ഭാരവാഹികൾ സംബന്ധിക്കുന്നു. എൻ്റെ കൂടെ ബഹ്റൈനിൽ ഇന്ന് KMCC സംഘടിപ്പിച്ച മനാമ സെൻട്രൽ മാർക്കറ്റിലെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഇവിടെ എത്തിയ ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും വളരെ വലിയ ഉന്മേഷവും ആവേശവും പകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ സുഹൃത്ത് സന്ദീപ് ജി വാര്യർ, ഇവിടെ എത്തിച്ചേർന്ന OICCയുടെ ഭാരവാഹികളും പ്രവർത്തകരുമായ എൻ്റെ സുഹൃത്ത് സൽമാൻ ഉൾപ്പെടെ എൻ്റെ മണ്ഡലക്കാരനാണ്. ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഡിസംബറാണ്. ലോകത്തെമ്പാടും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുമായി ക്രിസ്തുമസ് ആഘോഷങ്ങളിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹ്റൈനിലെ മലയാളി സുഹൃത്തുക്കൾ ആ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട പരിപാടികളുണ്ടാകും. ചിങ്ങമാസത്തിൽ നമുക്ക് ഓണത്തെ വരവേൽക്കുന്ന പരിപാടികളുണ്ടാകും. വിഷുവും അതുപോലെ തന്നെ റംസാനും ബക്രീദും ഒക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന, ഈ ആഘോഷങ്ങളെ ഒന്നിച്ച് വരവേൽക്കുന്ന നല്ല സൗഹൃദത്തിന്റെ, സാഹോദര്യത്തിന്റെ പ്രതീകമാണ് ലോകത്തിന്റെ മുമ്പിൽ മലയാളികൾ. നിങ്ങളുടെ ജീവിതായോധനവുമായി ബന്ധപ്പെട്ട് നാട് വിട്ട് കാലങ്ങൾക്കകലെ ഈ മണലാരണ്യത്തിലാണ് എന്നുള്ളത് കൊണ്ട് നാടിന്റെ ചിന്തകളും ഓർമ്മകളും അവിടെയുള്ള പ്രവർത്തനങ്ങളും ഒന്നും ഞങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറല്ല. എവിടെയായാലും മലയാളിയുടെ ഈ ഒരു സംഘബോധം, അത് ഗൾഫിലായാലും യൂറോപ്പിലായാലും ഒക്കെ അത് പ്രകടമാണ്. ആ സംഘബോധത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവാസി സംഘടനകൾ. ഇതിൽ രാഷ്ട്രീയ ചിന്തയുണ്ട്, ആദർശമുണ്ട്. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഈ രാഷ്ട്രീയ ആദർശ ചിന്തകളാണ് നമ്മൾ എവിടെ ചെന്നാലും നിങ്ങളെല്ലാവരെയും ഒരുമിപ്പിച്ചത്. ഇവിടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഒരുമിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ ആദർശത്തിന്റെ പേരിൽ, അതോടൊപ്പം തന്നെ മലയാളിയുടെ സഹജമായ സംഘബോധത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, ഐക്യത്തിന്റെ, ഒരുമയുടെ ഒക്കെ പേരിലാണ് നിങ്ങൾ ഇവിടെ ജോലിയും മറ്റു വ്യവഹാരങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ഈ സമയം കണ്ടെത്തി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകും. അതിനെ ഞാൻ കൃത്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ക്രിസ്തുവിന്റെ പിറവി തന്നെ സ്നേഹത്തിന്റെ അഭാവം. ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഇത്തരത്തിലുള്ള ദൈവത്തിന്റെ പ്രതിനിധികൾ, ദൈവികമായ പിറവി തന്നെ സ്നേഹത്തിന്റെ അഭാവം. ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഇത്തരത്തിലുള്ള ദൈവത്തിന്റെ പ്രതിനിധികൾ, ദൈവികമായ പുതിയ വരവുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഓരോ സംഗതിയുടെ അഭാവം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു അത്തരത്തിലുള്ള ചരിത്ര പുരുഷൻ ജനിക്കുന്നത് എന്നാണ്. ലോകത്ത് സ്നേഹത്തിന്റെ അഭാവം ഉണ്ടായപ്പോഴാണ് യേശുവിന്റെ വരവുണ്ടായത്. അപ്പം സ്നേഹമാണ് അഖില സാരമൊഴി. പരസ്പരം സ്നേഹിക്കാനും സൗഹാർദ്ദങ്ങൾ പങ്കുവെക്കാനും തന്നെ പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് പറയാൻ വളരെ എളുപ്പമാണ്. അതിന്റെ അർത്ഥം വളരെ വിശാലമാണ്. എനിക്കുള്ളതെല്ലാം എന്റെ അയൽക്കാരന് കിട്ടുന്നതിൽ എന്റെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള അസൂയയും ഇല്ല. അവന് എനിക്ക് കിട്ടുന്നതൊക്കെ പുതുവത്സര ആശംസകൾ. പ്രിയപ്പെട്ട നേതാവ് സന്ദീപ്,
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കപൂർ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള മണ്ണാർക്കാടിന്റെ പ്രിയപ്പെട്ട MLA പ്രിയ സുഹൃത്തുമായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, KMCCയുടെ നമസ്കാരം. ഇന്നലെ KMCCയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ OICCയുടെ പരിപാടി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. വാസ്തവത്തിൽ OICCയുടെ പരിപാടിക്കാണ് ആദ്യം വരേണ്ടത്. പക്ഷെ അതിനു മുമ്പ് KMCC റൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ എന്നെ കെയർ ചെയ്തിട്ടുണ്ട്. വിഷമിക്കണ്ട, നന്നായി കെയർ ചെയ്തു. അപ്പോ ഞാന് ഷംസുദ്ദീൻ സാഹിബ് പറഞ്ഞതെന്ന് ബാക്കി പറയാമായിരുന്നു. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്, വളരെ നല്ല രീതിയിലൊരു മെസ്സേജ് അതിൽ നിന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശവുമായി ബന്ധപ്പെട്ട് വർക്കല ശിവഗിരി മഠം വത്തിക്കാനിലൊരു ലോക മതസാഹോദര്യ സമ്മേളനം. നമ്മൾ നോക്കി എന്ത് മനോഹരമായിട്ടൊരു സന്ദേശമാണ് അല്ലെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തു, ഒപ്പം സാദിഖ് അലി തങ്ങൾ, അതുപോലെ തന്നെ വർക്കല ശിവഗിരി മഠത്തിന്റെ ആളുകൾ, അങ്ങനെ സ്വാമിമാർ എല്ലാവരും പങ്കെടുത്തിട്ടുള്ള അതിമനോഹരമായ ഒരു കൂട്ടായ്മ വത്തിക്കാനിൽ നടന്നു. എനിക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിൽ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി, വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ, അവരൊക്കെ വാസ്തവത്തിൽ അവരെത്ര പരിശ്രമിച്ചാലും നമ്മുടെ നാടിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് കാണാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓരോ കാര്യങ്ങളെയും കടക്കുന്നില്ല, കാരണം സമയത്തിന്റെ ഒരു അഭാവമുള്ള അവിടെ ആളുകൾ കാത്തിരിക്കുകയാണ്. പക്ഷെ പ്രത്യേകിച്ച് ക്രിസ്മസ് പോലൊരു ആഘോഷം വളരെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം, ജാതി മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന നാടിന്റെ ഒരു ഉത്സവം തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ പ്രവാസ ലോകത്തും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും മറ്റൊരു അവസരത്തിൽ ഗഫൂർ സാഹിബ് വിളിച്ച് ഞാൻ വിശദമായിട്ട് വീണ്ടും വരാം എന്നാണ് കരുതുന്നത്. വിളിച്ചേ പറ്റൂ. അപ്പോ ഞാന് സത്യത്തിൽ ചോദിച്ചു, അത് ഇവര് പിന്നെ KMCCയുടെ ചിലവര് വന്നിട്ട് നൈസായിട്ട് OICC എന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. കണ്ണം കണ്ണം കാത്തിരുന്നു മണ്ണിലൊരു